ആരാ? എന്ത് പറ്റി? കെട്ടിടത്തിന് വീണതാ. Yeah, Dr. Sridhar? Epo? Yeah, I am on the way. Good morning, Priya. Good morning, doctor. Can you update, please? There's a massive intracranial bleed. I think the situation is bad. Let me have a look. Sure. I think she won't survive. Hmm. മോനെ എണ്ണിക്ക്. ആരാ? എന്താ? സാർ മോന് തീരെ സുഖമില്ല. ഐബി ഡോക്ടർ ചെന്ന് കണ്ടപ്പോൾ സാറിനെ വന്ന് കാണാനാ പറഞ്ഞ്. ഇവിടെ പ്രാക്ടീസ് ഒന്നുമില്ല. നാളെ ഹോസ്പിറ്റലിലേക്ക് വരൂ. അയ്യോ അങ്ങനെ പറയില്ലേ സാർ, മോന് തീരെ സുഖമില്ലാഞ്ഞിട്ടാ. ശരി, അകത്തേക്ക് വരൂ. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടേ. ഇതിനു മുൻപ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഇടയ്ക്ക് വരാറുണ്ട്. തലകറക്കത്തിന് വിറ്റാമിൻ ടാബ്ലറ്റും സിറപ്പും ഒക്കെ ഐബി ഡോക്ടർ കൊടുക്കാറുണ്ട്. എത്ര നാളായി ഈ ഐബി ഡോക്ടർ ചികിത്സ തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു 4-5 വർഷമാവും. ഓക്കെ, തൽക്കാലം മരുന്നൊന്നും എഴുതുന്നില്ല. മോൻ്റെ പേര്? മനു. വയസ്സ്? 16. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നാളെ ഹോസ്പിറ്റലിലേക്ക് വരൂ. അതിനുശേഷം മാത്രമേ പറയാൻ പറ്റൂ എന്താണെന്നുള്ളത്. വേണ്ട വേണ്ട വേണ്ട. നിങ്ങളുടെ പേര്? രശ്മി. രശ്മി എന്ന് തന്നെയാണോ പേര്? അതെ. വാ മോനെ. What happened, doctor? Nothing, nothing. Doctor. Doctor. പ്രിയ. ആ പയ്യൻ മാത്രമേ ഉള്ളൂ കൂടെ. അയ്യോ, എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിച്ചു. അതല്ല ഡോക്ടർ, റെസ്പോൺസിബിൾ ആയിട്ട് ഒരാൾ കൂടെ ഇല്ലാതെ ഒരു MD എന്ന നിലയ്ക്ക്. സി പ്രിയ, ഷീ ഈസ് മൈ പേഷ്യൻറ്റ്. എന്ത് റിസ്ക് ഏറ്റെടുക്കാനും ഞാൻ തയ്യാറാണ്. ഉത്തരവാദിത്തപ്പെട്ട ആരും അവനെ അന്വേഷിച്ച് വരാനില്ല. എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം. ഇവന്റെ കുളി ഇതുവരെ കഴിഞ്ഞില്ലേ? മനു വന്ന് കഴിക്കാൻ നോക്കിയേ. ഒരു വക കഴിക്കത്തില്ല. എന്നിട്ട് ഏത് നേരം നോക്കിയാലും ക്ഷീണം ക്ഷീണം എന്ന് പറഞ്ഞാ നടക്കുന്നേ. മോനെ മനു, എന്ത് പറ്റി മോനെ? മോനെ എനിക്ക് തീരെ വയ്യ അമ്മ. എണ്ണിക്ക് മോനെ. നിങ്ങളോ? നിങ്ങളോടന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞതല്ലേ? സാർ, അത് പിന്നെ ഞാൻ ജോലി നോക്കുന്ന വീട്ടിലുള്ളവര് മകളെ കാണാൻ വേണ്ടി വിദേശത്ത് പോയേക്കോ. കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല. അതാ ഞാൻ വന്നേ. എന്നാ വല്ല സർക്കാർ ആശുപത്രിയിലും നോക്കിക്കോളൂ.
ഒരു AB നെഗറ്റീവ് കിഡ്നി അത്യാവശ്യമായി വേണം. നിങ്ങൾ പറയും പോലെ എല്ലാം ചെയ്യാൻ എനിക്കാവില്ല. ഡോണർ ആരെങ്കിലും വേണം. DSP അസൻ സാർ ഇടപെട്ട കേസാണ്. ഡോക്ടർ, അവർ എത്ര പേ ചെയ്യാനും റെഡിയാണ്. പറയുന്ന കേൾക്കൂ. അല്ല, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എവിടുന്ന് കിട്ടാനാ? താൻ പറയുന്നതൊക്കെ ശരി, മനുഷ്യന് തന്നെ വേണ്ടേ? ഞാൻ ശ്രമിക്കാം. നിങ്ങൾ പോയില്ലേ? സഹായിക്കണം സർ, വേറെ വഴിയില്ല. കാശില്ലാത്തവരെ ചികിത്സിക്കാനാണ് സർക്കാർ ആശുപത്രിയും മെഡിക്കൽ കോളേജും ഒക്കെ ഇവിടെ ഉള്ളത്. പോയിരുന്നു സർ, പക്ഷെ എന്റെ മകന് നല്ല ചികിത്സ കിട്ടണം. അതിനു വേണ്ടി സാർ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. ഓക്കെ, നാളെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരൂ. ആ. ഞാൻ മാനേജ്മെന്റുമായി ഒന്ന് സംസാരിക്കട്ടെ. സാറിന്ന് നേരത്തെ തുടങ്ങിയായിരുന്നു. ആ, അതാണോ? താരണം കഴിക്കും. ചെറുത് സാറേ. താങ്ക് യു. താൻ വന്ന കാര്യം പറ. സാറേ, SI മോഹൻ സാറ് FIR എഴുതി പോയിട്ടുണ്ട്. വേണ്ട പോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് കാണേണ്ടി വരും. എന്നാ പിന്നെ നാളെ തന്നെ നമുക്ക് ചെയ്താലോ? അവർ റെഡിയാ. എടോ, അതൊരു മനുഷ്യജീവനല്ലേ? ഇതിനു മുമ്പൊന്നും മനുഷ്യജീവൻ അല്ലായിരുന്നു സാറേ. അല്ല, ഡോക്ടർക്ക് വല്ല മനമാറ്റം ഉണ്ടോന്ന് ചോദിച്ചു മാഡം. അല്ല, അങ്ങനെ വല്ല ഉണ്ടോ? എന്നെ പരിഹസിക്കുകയാണോ? പരിഹാസം ഒന്നുമില്ല സാറേ. പല VIPസിന്റെയും റോഡ് ആക്സിഡന്റിന് പിന്നിൽ കണ്ടഞ്ചറായ വണ്ടികളാ, അറിയാലോ. ഭീഷണിയാണെങ്കിൽ ശിവപ്രകാശിനോട് വേണ്ട. അല്ല സാറേ, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാ. എന്നാ സാറേ, മേഡത്തിനെ ഒന്ന് വിളിച്ചേക്ക്. ഞാൻ വിളിച്ചോളാം. താൻ ആ. ഈ റിസൾട്ട് കൊണ്ട് മാത്രം ഒന്നും പറയാനായില്ല. നാളെ ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് വരൂ. മോനെ കൊണ്ടുവരണമെന്നില്ല. സാധാരണ വീട്ടിൽ പ്രാക്ടീസ് ഉള്ളതല്ല. എന്തേ വല്ല ദുരുദ്ദേശവും? നോ, നെവർ. നാളെ ഞാൻ ലീവല്ലേ. എന്നാലും ഡോക്ടർ, ഈ പ്രായത്തിൽ ആ കുട്ടിക്ക് ഫോക്കൽ സെഗ്മെന്റൽ ഗ്ലോമർലോസ്ക്ലെറോസിസ് സാധാരണ ഈ പ്രായത്തിലേ വരൂ. ഉം. എന്റെ മകന് നല്ല ചികിത്സ കിട്ടണം. അതിനു വേണ്ടി സാർ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. അന്ന് തൻ്റെ പേര് രശ്മി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ആള് മാറിപ്പോയതാണ്. എങ്ങനെ ആള് മാറാനാ? എന്നെ മുഴുവനായി കണ്ടവരല്ലേ എന്റെ ആരാധകര്. ഞാൻ തൻ്റെ വെറുമൊരു ആരാധനല്ല കേട്ടോ. യു ആർ മൈ ഡ്രീം ഗേൾ. ഒന്ന് പോയേ. എനിക്കൊരു ഓംലെറ്റ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഓംലേറ്റ് മാത്രം മതിയോ? ഓംലെറ്റ് മാത്രമല്ല, നിനക്കിഷ്ടമുള്ളത് എന്തും. വേണ്ട, കുടിച്ചോ. എന്നാ ഇനി ഞാൻ പോയി ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ. നീ പോയി ഉണ്ടായിക്കൊണ്ടു. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ. ഇവിടെ വരുമ്പോഴെല്ലാം
ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. ചോദിച്ചോളൂ. സാറിൻ്റെ വൈഫും മോളും. എവിടെയാണെന്നല്ലേ? ഉം. ഡൈവോഴ്സ് കേസ് നടക്കുകയാണ്. സോറി സർ. അതിന് താനെന്ത് ചെയ്തു? ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തവർ പിരിയുന്നു. ദാറ്റ്സ് ഓൾ. എന്നാലും എൻ്റെ മോള് അവളെൻ്റെ ജീവനാണ്. ഒരു കാലത്ത് മെഗാസ്റ്റാറിൻ്റെയും സൂപ്പർ സ്റ്റാറിൻ്റെയും ഒപ്പം കളിച്ച സിനിമ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ സമയം കളിച്ച സിനിമയായിരുന്നു എൻ്റേത്. ഒടുവിൽ എൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് പോലും പണമില്ലാണ്ട്. ശരിക്കും തനിക്ക് എന്താണ് പറ്റിയത്? എൻ്റെ ജീവിതത്തിലുണ്ടായി നശിച്ചൊരു പ്രണയം. അത് ഞാൻ ഗോസിപ്പ് കോളങ്ങളിൽ വായിച്ചിരുന്നു. പണം മാത്രം ആവശ്യമുള്ള ബന്ധങ്ങൾക്കിടയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മനസ്സ് തേടുമ്പോഴാണ് അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഒടുവിൽ എല്ലാം കൈക്കലാക്കി അയാൾ എന്നെ മോനെ. ഇതെല്ലാം എന്തിനാ ദൈവം ഞങ്ങളോട് മാത്രം ഇങ്ങനെ? ദൈവത്തെ പഠിച്ചിട്ട് എന്ത് കാര്യം? എല്ലാം വിധിയാണ്. വിധി? ശരീരം വികാരം വിറ്റ് കാശ് വാങ്ങിക്കുന്നവര് ഒരിക്കലും നന്നാവില്ല. സർ, ചപ്പാത്തിയും കറിയും കാസ്ട്രോൾ എടുത്തു വെച്ചിട്ടുണ്ടേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, മനു തനിച്ച. രശ്മി, ആ. മനുവിന് ഇനി ഡയാലിസിസ് ചെയ്തുകൊണ്ട് വലിയ പ്രയോജനമില്ല. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റൂ. ഒരു AB നെഗറ്റീവ് കിഡ്നി എത്രയും വേഗം കണ്ടെത്തണം. സർ, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവാ. അതിന് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, പിന്നെ മറ്റു ചെലവുകളും. കുറച്ചൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ മനുവിന്റെ ജീവൻ. എന്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്. ഇനി അവന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. എന്താടോ? ഇതേ ഇവൻ അവിടെ ഇരുന്ന് കരച്ചിലോട് കരച്ചിൽ. സാറോടെ തനിച്ചല്ലയോ? ഞാൻ എങ്ങ് കൊണ്ടുപോന്നു. അവൻ വല്ലതും കഴിച്ചോ? അവൻ കഴിച്ചോന്നോ? അവനോട് വാങ്ങിയ പൊറോട്ടയും ബീഫാ. അവൻ കഴിച്ചില്ലെന്നേ. അവസാനം ഞാനിതങ്ങ് എടുത്തു. പിന്നെ സാറേ, നാളെ ഈ ഓട്ടോ ചാർജിൻ്റെ ബില്ലും ഇതിൻ്റെ ബില്ലും കൂടി എനിക്ക് തന്നേക്കണം കേട്ടോ. തരാടോ. അവനോടെയും കയറിപ്പോരാൻ പറ. മോൻ ചെന്നാട്ടെ. അമ്മേ, എന്ത് പറ്റി മനു? എന്ത് പറ്റി? എന്ത് പറ്റി? വേഗം എഴുന്നേറ്റ് റെഡിയാവ്. നമുക്ക് അമ്മയുടെ അടുത്ത് പോകണ്ടേ? ഇന്നെൻ്റെ പിറന്നാളാണ്. അമ്പലത്തിൽ പോകാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഓ വാവ്, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വാ, റെഡിയാകുക, നമുക്ക് പോവാം. മോൻ നന്നായി പ്രാർത്ഥിച്ചോ? എൻ്റെ അമ്മ എനിക്ക് തിരിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വാ, പോവാം. Good morning. Good morning, doctor. We lost her today early morning. Need to inform Dr. Ramesh Babu to do apnea test and confirm brain death. Doctor, after that, can we proceed with his transplant surgery? Yes, Priya, we can. There is no doubt.
ഇതെന്നാ സാറേ മോർച്ചറിയോ? എന്തൊരു തണുപ്പത്! ആത്മാവ് ചത്തവന്റെ ശരീരമിരിക്കുന്ന മോർച്ചറി. ഈ ഡോക്ടറിന് എന്ത് പറ്റി? എന്നാ സാറേ മാനസാന്തരപ്പെട്ടോ? തങ്കച്ച പ്ലീസ് ഗെറ്റ് ഔട്ട്. അങ്ങനെ പറയല്ലേ സാറേ, ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഒരേ പാർട്ട്നേഴ്സ് അല്ലേ? നോ, ഇനി ഞാനില്ല. എന്റെ അക്കൗണ്ടിൽ പൈസ കയറി. സാർ അക്കൗണ്ടിൽ പൈസ കയറിയായിരുന്നു. ഒന്ന് നോക്കി, ഇത് ഇത്ര പെട്ടെന്ന് നടക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എപ്പോഴും തങ്കച്ചിരി മാംസ കച്ചവടത്തിന്റെ കണക്ക്. ഈ ഡോക്ടറിന് എന്നാ പറ്റിയത്? എന്റെ പൊന്നു സാറേ, അവൾ ഒന്നാം തരം നല്ല പടകം തന്നെയാ. പഴയ പീസ് പടത്തില് എന്തായിരുന്നു അവളുടെ പേര്? എന്നാലും സാറേ, ഞാൻ അവളെ കാണാൻ ചെന്ന ആ ദിവസം, ചേച്ചിയെ ആരാ? കേരള സാറില്ലയോ? ഇല്ല, സാറ് മകളെ കാണാൻ വേണ്ടി വിദേശത്ത് പോയിക്കോ. എന്താ? ഈ കോട്ട കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഓ, ഇടയ്ക്ക് സാറിന്റെ കയ്യിൽ നിന്ന് മിലിറ്ററി വാങ്ങാറുള്ളതാണ്. സാർ അടുത്ത ആഴ്ച വരത്തുള്ളൂ. ചേച്ചിയെ കുടിക്കാൻ അല്പം വെള്ളം വേണമായിരുന്നു. ഇപ്പൊ കൊണ്ടുവരാം. താങ്ക് യു. ചേച്ചി ഇങ്ങനെ മനസ്സിലായില്ലയോ? ഇല്ല. ഞാൻ ഡോക്ടർ സീറ സാറിന്റെ ഹോസ്പിറ്റലിലെ കമ്പൗണ്ടറാ, തങ്കച്ചൻ. കണ്ടതായി ഓർക്കുന്നില്ല. മോന് കിഡ്നി കംപ്ലൈന്റ് ആണല്ലേ? അല്ല, മേനു സാറിന്റെ കയ്യിൽ പൂത്ത കാശുള്ളതുകൊണ്ട് ഇനി കിഡ്നി മാറ്റിവെക്കാനും പ്രശ്നമില്ലല്ലോ അല്ലേ? ചേച്ചി മേനു സാറിന്റെ മോളല്ലേ? അല്ല, ഞാനെടുത്ത ജോലിക്കാരിയാ. അയ്യോ, അപ്പൊ മോന്റെ കാര്യം ഭയങ്കര കഷ്ടമാണല്ലോ. അല്ല, ചേച്ചിയുടെ ഒരു കിഡ്നി കൊടുത്താലും മതി. എന്നാലും വേണ്ടേ ഓപ്പറേഷൻ മരുന്നുമായിട്ട് 8-10 ലക്ഷം രൂപ. ചേച്ചിയുടെ 2 കിഡ്നിയും കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് പറ്റില്ലല്ലോ. ഹലോ സാറേ, AB നെഗറ്റീവ് അല്ലേ? നോക്കാം സാർ. ഓക്കെ സാർ. അതെ. എന്താ ചേച്ചി? പിന്നെ അവർക്ക് DYSP ഹസൻ സാറിന്റെ മരുമകന്റെ കിഡ്നിയും കംപ്ലൈന്റാ. പൂത്ത കാശുള്ളവരാ. എന്തായാലും കാര്യം നടക്കും. ചേച്ചിയുടെ മോൻ്റെ കാര്യം അങ്ങനെയാണോ? കഷ്ടം. എന്തായാലും കർത്താവ് ആകട്ടെ. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, അവർക്ക് കിഡ്നി വേണമെന്ന് പറയുന്നത് സത്യമാണോ? പിന്നെ സത്യമല്ലേ? ഇതൊക്കെ ആരെങ്കിലും തമാശ പറയൂ ചേച്ചി? എന്നാ ചേച്ചി? അല്ല, അവരുടെ നമ്പറും തരുമോ? പിന്നെന്നാ, നമ്പർ തരാം. പിന്നെ വിളിയോട് വിളി. KNS എന്താ, ഡോണർ കാർഡ് എവിടെന്നാ കിട്ടുക? എല്ലാം ഞാൻ തന്നെ റെഡി ആയി കൊടുത്തു. അപ്പൊ താനാണ് അവളെ കൊന്നതെന്ന് പറ. കൊന്നെന്നോ? ഇനി അങ്ങനെ തന്നെ കൂട്ടിക്കോ. 2 പേർക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, നമുക്ക് കാശും. ആണോ എന്നെ നരകത്തിലേക്ക് വലിച്ചിട്ടത്? എന്റെ കുടുംബവും സമാധാനവും തകർത്തു. വീട് സാറേ, ആ മെഡിക്കൽ കമ്പനി ഡീൽ മുടക്കി വീട് പണി പാതി വഴി മുടങ്ങിന്നപ്പോ മാനം പോകുമെന്ന് പറഞ്ഞ് സാറല്ലേ എന്നോട് പോകുമ്പോൾ വഴി ചോദിച്ചത്. എനിക്കറിയാവുന്നവണി ഞാൻ പറഞ്ഞു, അത്രേ ഞാൻ ചെയ്തോളൂ. ഇനി നരവേട്ടയ്ക്ക് ഞാനില്ല. നടപടിയുള്ള കാര്യം പറ സാറേ. അവയോ കച്ചവടം അവലോകം ഒന്നാ. വരാൻ മാത്രമേ വഴിയുള്ളൂ, പോവാനില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് ഞാനല്ല. മനസ്സിന് കുഷ്ഠം ബാധിച്ചവൻ. എനിക്ക് പാമ്പ തരണം, എന്നോട് പുറക്കണം. കരളിൽ കൊടിവച്ചു പരമ്പരയായി പൗരികൾ കെട്ടുപോയിതേ.
ശരിക്കും പറഞ്ഞത് സാറിന്റെ പുനർജന്മമാ. ദേ ഞാൻ നോക്കുമ്പോ സാറ് ദേ അവിടെ കിടന്നത്. ഞാൻ ഓർത്തത് സാറ് പോയെന്നാ. സാറേ, ഇതൊരു 3 ലക്ഷം രൂപയുണ്ട്. മനുവിന്റെ പഠനത്തിന് വേണ്ടി കരുതി വെക്കാം. വേണ്ട സാർ, എനിക്കിത് വേണ്ട. ഇത് നീ വെച്ചോ. അല്ല സാറേ, നമ്മള് കാരണമല്ലേ അവന്റെ അമ്മ മരിച്ചത്. എനിക്കുള്ളതല്ല, ഇനി അവനുള്ളതാണ്. ഇത് നീ വെച്ചോ, എനിക്ക് വേണ്ട. സാർ, എനിക്ക് 2 മക്കളാ ഉള്ളത്. ഞാനില്ലാതായ അതുകൊണ്ട് സാറ് വാങ്ങണം പ്ലീസ്. കച്ചവടം ഞാൻ നിർത്തി. ഈ കച്ചവടം മനു, മനു, ഹലോ. ഹായ് ഡോക്ടർ. നമ്പർ ബ്ലോക്ക് ചെയ്തില്ല. പിന്നെ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ തങ്കച്ചൻ മരിച്ചു കുറച്ച് മുമ്പ്. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. You had no choice, doctor. We need an O positive kidney on 13th Friday by 7 a.m. ഓർപ്പിക്കാൻ ഇന്നൊരു കോൾ ഉണ്ടാവില്ല. I swear by Apollo the physician, and Asclepius, and Hygeia, and Panacea, and all the gods and goddesses as my witnesses, that, according to my ability and judgment, I will keep this oath and this covenant, to teach them this art, without fee or covenant.